ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ചെമ്മനീർ പൂവിൻ്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാത്തിരുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ കാത്തിരിക്കുന്ന പ്രൊമോയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതേപോലെ തന്നെ അടിപൊളി എപ്പിസോഡ്. ഇതേ രീതിയിലാണ് വീണ്ടും എപ്പിസോഡ് മുന്നോട്ട് പോകുന്നെങ്കിൽ റേറ്റിൽ 1ാം സ്ഥാനത്ത് തന്നെ നമ്മുടെ ചെമ്മനീർ പൂ തന്നെ നിലനിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് നീട്ടി വലിക്കുന്നില്ല. നമുക്കപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രയും സച്ചിയും ശ്രുതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ടല്ലേ. പരമാവധി ശ്രുതി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ നിർബന്ധപ്രകാരം തന്നെ ഡോക്ടർ കാണാൻ ചെല്ലുകയും ഡോക്ടർ സ്കാനിങ്ങിനും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ സ്കാൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചി എന്തായി എന്ന് ചോദിക്കുന്ന നേരത്തെ ശ്രുതിക്ക് കുറച്ച് സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തിട്ട് വരാമെന്ന് ശ്രുതി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കുബുദ്ധിയോടെ പ്രയോഗിക്കുകയാണ്. തൻ്റെ ഫോണിലേക്ക് നോക്കിയതിന് ശേഷം തൻ്റെ ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അമ്മ മരണപ്പെട്ടു എന്നും എത്രയും വേഗം അവിടെ ചെല്ലണമെന്ന് അവരെ തന്നെ ഒരു മകളെ പോലെയാണ് സ്നേഹിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് അങ്ങ് നാടകം അവിടെ അഭിനയിക്കുകയാണ്. ആ ഒരു സമയത്ത് ചന്ദ്രയും സച്ചിയും കൂടി എങ്ങനെയും ഡോക്ടറെ കണ്ടിട്ട് പോവാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും തള്ളി നീക്കിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്രയും ശ്രുതിയും സച്ചിയും. അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശ്രുതി തനിക്ക് അവരെ പോയി കണ്ടേ മതിയാവും, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചന്ദ്ര പറയണം, എന്തായാലും നിന്റെ പാർലറിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, ഞങ്ങളും പോയി കണ്ടേക്കാം, നിന്റെ അമ്മായിയമ്മയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കുറച്ച് നല്ല കാര്യം, നിന്നെ അമ്മയെപ്പോലും നോക്കിയവരാണെന്നല്ലേ പറഞ്ഞത്, എന്തായാലും അവരൊന്ന് പോയി കണ്ടേക്കാം, വാ വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് പോകാനിരിക്കുന്ന സമയത്ത് ശ്രുതി വേഗം അടിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ചന്ദ്ര ശ്രുതിയുടെ കർണം നോക്കി അടിച്ചിട്ട് പറയുന്നത്, ഞങ്ങളെന്താ മണ്ടന്മാരാണ് നീ വീണ്ടും കരുതിയോ, ഞങ്ങളെ മണ്ടന്മാരാക്കി നീ ഒരുപാട് നീ ആനന്ദിച്ചതല്ലേ, ഇനി എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശ്രുതി വേഗം തന്നെ എന്തിനാ അമ്മ ശ്രുതിയെ തല്ലിയത്, അവൾ എന്ത് തെറ്റാ ചെയ്തിട്ടാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, എടാ ഇവൾ ഗർഭിണിയല്ലേ, ഇവൾ വീണ്ടും നമ്മളെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശ്രുതി പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ മൗനത്തിൽ നിന്ന് തന്നെ ശ്രുതിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട്. അതിനുശേഷവും ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളം പറഞ്ഞത്, എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലേക്ക് കയറി പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. ചന്ദ്ര ഇതിനൊന്നും തന്നെ നിൽക്കുന്നില്ല. ചന്ദ്ര പറയുകയാണ്, ഇനി നീ എന്നേക്കുമായിട്ട് ഞങ്ങളുടെ വീട്ടുകാരൻ പറഞ്ഞേക്കും, സൂര്യയെ എന്നേക്കുമായിട്ട് ഡിവോഴ്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പെടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ തിരികെ കാറിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. സച്ചിയും പിന്നാലെ പോകുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിൽ, അതായത് ഒരിക്കൽ തന്നെ ഭാര്യ പറഞ്ഞ് പറ്റിച്ചിട്ട് വീണ്ടും അവൾ തന്നെ പറ്റിക്കുകയാണല്ലോ എന്നൊരു നിരാശയോട് കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം തന്നെ തൻ്റെ കയ്യിലുള്ള ടെസ്റ്റിൻ്റെ പേപ്പർ എല്ലാം കൂടി ചുരുട്ടി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് എറിഞ്ഞതിന് ശേഷം, നീ വീണ്ടും എന്നെ പറ്റിക്കായിരുന്നു ശ്രുതി, നിന്നെ വിശ്വസിച്ചാണ് എൻ്റെ തെറ്റ്, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ നിർത്തിയതിന് ശേഷം ചന്ദ്രയുടെ കൂടെ തന്നെ ശ്രുതിയും കയറി പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയോട് കൂടി തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാണ്ട്. ഇതേ സമയം തന്നെ രവിയാകട്ടെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള ചന്ദ്രയും സച്ചിയൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു ഗർഭിണി, അടുത്തൊരു തൻ്റെ ഒരു കൊച്ചുമകൻ അല്ലെങ്കിൽ കൊച്ചുമകളെ തൻ്റെ കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണെന്നൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് രവി നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് സച്ചിയും ചന്ദ്രയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ മുഖത്തുള്ള സങ്കടഭാവം കാണുമ്പോൾ തിരക്കുന്ന സമയത്താണ് ശ്രുതി വീണ്ടും കള്ളം പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നിട്ട് ഇത് രേവതിക്കും അതിലുപരി രവിക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഒരു തവണ അവളെ കള്ളം പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, പിന്നെ അവൾ കള്ളം പറയേണ്ട ആവശ്യം എന്താണെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത്, ഈ ഒരു സത്യാവസ്ഥ നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, പക്ഷെ ഞാൻ പറഞ്ഞത് ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല, അമ്മയും ഞാനും മുൻകൈ എടുത്ത് അവളുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് രവി പറയുന്ന നേരത്ത് രവിയേട്ട നിങ്ങളിൻ്റെ ഒരു അക്ഷരം വേണ്ടിപ്പോയി ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക, എനിക്കറിയാം നിങ്ങളായിട്ട് ഇനി ഇതിനകത്ത് ഇടപെടേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇടപെടാതിരുന്നാണ് ചന്ദ്രേഷ പ്രശ്നം ഇത്രയും വഷളായത്, ഈ ഒരു പ്രശ്നം ഈ പരിഹരിച്ചില്ല എന്നാണ് ഇതിൽ കൂടുതൽ രൂക്ഷമാവുമെന്ന് പറഞ്ഞിട്ട് രവി അവിടെ എഴുന്നേറ്റ് പോവാണ്. സച്ചിയാണെങ്കിൽ ചന്ദ്ര എടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എന്നോട് പറയാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നിന്റെ യാതൊരു സഹായം വേണ്ട, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകട എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോട് എന്ത് രീതിക്കാണോ പണ്ട് പെരുമാറിയത് അതേ രീതിയിൽ തന്നെ വീണ്ടും ചന്ദ്ര പെരുമാറുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരണം. സച്ചി പറയുന്നത്, വീണ്ടും നിങ്ങൾ പഴയപടി ആയല്ലേ, നിങ്ങളുടെ കാര്യം കാണാൻ മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഇനി എൻ്റെ അടുത്തേക്ക് വായെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയോട് ദേഷ്യപ്പെട്ട് ചെല്ലുന്ന സമയത്ത് രേവതിയാണ് പിടിച്ചുകൊണ്ട് സച്ചിനെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ചന്ദ്രയാണെങ്കിലും എങ്ങനെയെങ്കിലും ശ്രുതിനെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി തന്നെ നിൽക്കാം കേട്ടോ. പിന്നീട് കാണിക്കുന്ന മീരയുടെ വീട്ടിലേക്ക് ശ്രുതി കയറി ചെല്ലുന്ന സമയത്ത് മീര ചോദിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പോയതല്ലേ, പിന്നെ എന്നെ പെട്ടിയും ബാഗ് കൊടുത്ത് തിരികെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തന്നെ വീട്ടിലേക്കല്ല ഹോസ്പിറ്റലിലേക്കായി കൊണ്ടുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കഥ മുഴുവൻ, അതായത് അവിടെ എന്തൊക്കെ സംഭവിച്ചു അത് ഫുള്ളും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മീര പറയാണ്, പണ്ട് നീ അവരെ പറ്റിച്ചു, പക്ഷെ നിന്റെ കള്ളത്തരങ്ങളും നിന്റെ സ്വഭാവം എന്താണെന്നെല്ലാം നിന്നെ ഏകദേശം അവർക്ക് മനസ്സിലായി, നീ അവരെ കബളിപ്പിക്കുകയും മണ്ടന്മാരാക്കുകയും ചെയ്യില്ലായിരുന്നു, പക്ഷേ
ഇത്തവണ നിനക്കട്ടാണ് പണി കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മീര പറയുമ്പോഴത്തേക്കും അതുമാത്രമല്ല കൂടെ സച്ചിയും ഉണ്ടായിരുന്നു. സച്ചിയുടെ പ്ലാനിങ് ആയിരിക്കും ഇതെല്ലാം തന്നെ. അവനാണ് ഇതിനെല്ലാം തന്നെ മുൻകൈ എടുത്ത് എൻ്റെ ഈ വീട്ടിൽ നിന്ന് രണ്ടാമത് പടിയിറക്കാനുള്ള സൂത്രപ്പടികളെല്ലാം ചെയ്ത് അവനായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ല നിൻ്റെ ആൻറ്റിയും സച്ചിയും തമ്മിൽ എന്ത് ശത്രുതയല്ലായിരുന്നു, പിന്നെ അവർ ഒരുമിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയില്ല, പക്ഷേ ഇതിനെല്ലാം തന്നെ മുൻകൈ എടുത്ത് നിന്നത് അവനായിരിക്കും, അവനുള്ള 8ന്റെ പണി ഞാൻ കൊടുക്കുന്നതായിരിക്കും, എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ശ്രുതി പണ്ട് നീ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴെല്ലാം തന്നെ നീ തോറ്റിട്ടേ ഉള്ളൂ, ഇനിയും നീ യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്താ ഉണ്ടാവുമെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, ഇനി അതിന് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മീര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും താൻ ഇതിന് പകരം സച്ചിയോട് വീട്ടിൽ ഇരിക്കുമെന്നുള്ളൊരു വാശിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.